ഈ സിനിമയെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ കഥ ഒന്നും പറയാൻ നിൽക്കുന്നില്ല. നിങ്ങളിപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തി ടിക്കറ്റ് ബുക്ക് ചെയ്ത് സിനിമക്ക് പോയാലും എനിക്ക് അത്രയും സന്തോഷമേ ഉള്ളൂ. കാരണം കാരണം ഒരു മാരക ഐറ്റാണ് തിയേറ്ററിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. അത് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതൊന്നും കേൾക്കണമെന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് ഓഫ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന് ഷോ കാണാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ 2 ദിവസം മുന്നേ ഒക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ സിനിമയെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ സംവിധായകൻ്റെ പേര് പറയണം, ചിദംബരം. എമ്മാതിരി ക്രാഫ്റ്റാണ് ചെയ്തു വെച്ചേക്കണേന്നറിയോ. നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ ഇതിൽ ഈ സീറ്റഡ് ത്രില്ലർ കണ്ടിട്ട് കുറച്ചധികം നാളായി. ഇതില് ഇത് ക്ലൈമാക്സ് വരെ അത്രയും ടെൻഷൻ അടിച്ചാണ്ടിരുന്നത്. അതായത് ഈ സിനിമയുടെ ഫുൾ സ്റ്റോറി അറിയാം, എങ്ങനെയാണ് ഈ സിനിമ അവസാനിക്കാൻ പോകുന്നതെന്ന് അറിയാം, എല്ലാം അറിയാവുന്നുണ്ടെങ്കിലും അത്രയധികം ടെൻഷൻ അടിച്ച് നമ്മൾ ആ സിനിമയിലേക്ക് ഇന്നായിരുന്ന് കാണണമെന്നുണ്ടെങ്കിൽ എമ്മാതിരി ക്രാഫ്റ്റ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. രണ്ടാമത് എടുത്ത് പറയേണ്ട പേര് മ്യൂസിക് തന്നെയാണ്. മ്യൂസിക്കിൽ ചില സാധനമൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അത് സുഷിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തോ ഒരു ഇൻസ്ട്രുമെന്റ് ഇതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ആ സംഭവത്തിൽ എന്ന് പറഞ്ഞാൽ കുറേയധികം സൗണ്ടാന്ന് തോന്നുന്നു, നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത. എന്നാൽ എവിടേക്കോ കേട്ട രീതിയിലുള്ള എന്തൊക്കെയോ സിമിലാരിറ്റീസ് തോന്നുന്ന രീതിയിലുള്ള പല സൗണ്ടുകളും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മൊത്തത്തിലുള്ളൊരു ഒരു വല്ലാത്തൊരു വൈബിലേക്ക് നിങ്ങൾ ആ മ്യൂസിക് മൊത്തത്തിൽ എത്തിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തത് സിനിമാറ്റോഗ്രാഫിയാണ്. സിനിമാറ്റോഗ്രാഫി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. കാരണം ഇതെല്ലാം കൂടി ചേർന്ന സിനിമാറ്റോഗ്രാഫി, മ്യൂസിക്, ഡയറക്ഷൻ, പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഞാൻ ആളുടെ പേര് നോക്കിയില്ലായിരുന്നു, എനിക്ക് അതറിയില്ല, ക്ഷമിക്കുക. ഗംഭീരം എന്നല്ല പറയണ്ടേ. അതായത് നിങ്ങളത് എനിക്കുണ്ടല്ലോ, ഈ സിനിമയെ കുറിച്ചിട്ട് ഓരോ സംഭവങ്ങൾ എടുത്തു പറയണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ ബ്രഹ്മയുഗത്തിലെ മമ്മൂക്കയുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് ഞാൻ പറയാതിരുന്നത് പോലെ ഇതിലെ പല കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ തൽക്കാലം പറയുന്നില്ല. തിയേറ്ററിൽ പോകുന്നത് അത് എൻജോയ് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ചിട്ട് ഇന്നൊരു സംഭവം ഉണ്ട്, അത് നിങ്ങൾ കാണണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് ചിലപ്പോൾ പ്രതീക്ഷിച്ചിരിക്കും. ഒന്നും വേണ്ട, ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇപ്പം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സിനിമക്ക് പോവുക. നമ്മുടെ കൺമണി അൻപോട് കാതലൻ, ആ പാട്ട് ഇതിൽ എഡിറ്റ് ചെയ്ത് കയറ്റിയിരിക്കുന്ന രീതി, വിവേക് ഹർഷനാണ് എഡിറ്റർ. എഡിറ്റിംഗ് ഒക്കെ ഞാനിത് പറഞ്ഞല്ലോ, നമ്മളൊരു സിനിമയിലെ എല്ലാം നല്ലതാകുമ്പോൾ ഇങ്ങനെ ഓരോന്നേ പെറുക്കി പറയേണ്ട അവസ്ഥ എന്ന് വെച്ചത് വല്ലാത്തൊരവസ്ഥയാണ്. ആ പാട്ട് ആ സിനിമയിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു രീതിയുണ്ട് മോനെ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ആ പാട്ട വെറുതെ എടുത്തൊന്ന് ഹെഡ്സെറ്റിൽ കേട്ടത്. ആ പാട്ടിന് ഒരുപാട് വ്യൂസ് കൂടും. കൺമണി അൻപോട് കാതൽ, ആ ഒരു പാട്ടിന് ഈ സിനിമയ്ക്ക് ശേഷം ഒരുപാട് വ്യൂസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും സിനിമയെ കുറിച്ചിട്ട് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. കാരണം അത് ഇമ്മാതിരി ഒരു കഥയാണ്. അയ്യോ, ഇത്ര പറയുന്നുള്ളൂ. അപ്പം നിങ്ങൾ പോയി കാണാൻ ശ്രമിക്കുക. ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും. അവസാനം ഇപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞു വീഴി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു സിനിമ കണ്ടു തീർത്തത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ സിനിമയെ കുറിച്ചിട്ട് വേറെ ഒന്നും പറയാനില്ല. പോയി ഇപ്പം തന്നെ കാണാം.